സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശമായിട്ട് ക്രിസ്മസ് വന്നെത്തിയിരിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ വിവിധ ദേവാലയങ്ങളിലായി പുരോഗമിക്കുകയാണ്. നക്ഷത്രശോഭയിലാണ് നാടും നഗരവും. വലിയ തോതിലുള്ള രാത്രിയിൽ ആട്ടിടയന്മാർ ആ രാത്രിയിൽ പാടിയ കീർത്തനം നാം ഓർമ്മിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനവും. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ആ മനുഷ്യർക്ക് സമാധാനം അനുഭവപ്പെടുവാൻ സാധിക്കുന്നത്. ദൈവം നൽകുന്ന കൃപ സ്വീകരിക്കുമ്പോഴാണ് മനുഷ്യന് സമാധാനം സംജാതമാകുന്നത്. ഈ രാത്രിയിൽ പ്രത്യാശയോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നോക്കിക്കാണാം. പുൽക്കൂട്ടിൽ പൂജാതനായ ആ ദിവ്യ ശിശു ദൈവപിതാവിൻ്റെ സ്നേഹ സമ്മാനമാണ്. ഒരിക്കലും നമ്മിൽ നിന്ന് വേർപിരിയാത്ത നിത്യമായ അചഞ്ചലമായ ദൈവസ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് സ്നേഹം പകരുന്നവനായി നമുക്ക് മാറാം. ഈ ദിവ്യബലിയിൽ ഭവനരഹിതരായ ആളുകളെ അനുസ്മരിക്കാം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുന്ന ആ ശിശുവിൻ്റെ ചിത്രം കാരണം പറയുന്നത് സത്രത്തിൽ സ്ഥലം ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്.